ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് അഗെയിൻ. വെൽക്കം ടു ഈസി ഫുഡ്സ്. ഇന്ന് വീണ്ടും ഒരു ഗുലാബ് ജാമുൻ റെസിപ്പിയാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് റവ വെച്ചിട്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. ചില ആൾക്കാർ എത്ര ശ്രമിച്ചാലും ശരിയാവാത്തൊരു റെസിപ്പി ആയിരിക്കും ഗുലാബ് ജാമുൻ. കാരണം ഒന്നുകിൽ പൊട്ടിപ്പോവും, അല്ലെങ്കിൽ ക്രാക്ക് വരും, പെർഫെക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ഇനി ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കി നോക്കാം. റവ കൊണ്ടും ബ്രെഡ് കൊണ്ടും കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമുനാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ പ്രസ് ചെയ്യണം. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്പം ഏലക്കാപ്പൊടി, ഒരല്പം നാരങ്ങ നീര്. കുങ്കുമപ്പൂ ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്താൽ നമ്മളുടെ സിറപ്പിന് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ കിട്ടും. പിന്നെ നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ റോസ് എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. പഞ്ചസാര നല്ലോണം അലിയിച്ച് ഒരു 5-10 മിനിറ്റ് തിളപ്പിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ അരികൊക്കെ മുറിച്ചെടുക്കണം. അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം മതി, അതിൻ്റെ സൈഡുകളെല്ലാം മുറിച്ച് മാറ്റിയെടുക്കണം. 6 ബ്രെഡ് സ്ലൈസസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ 3 ബാച്ച് എടുത്തിട്ടുണ്ട്. മൊത്തം 18 ബ്രെഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അരികൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം അത് ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇനി നമുക്കിതൊരു മിക്സിയിലോ ചോപ്പറിലോ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ഫൈനായിട്ട് പൊടിച്ചെടുക്കണോ അതുപോലെ തന്നെ പൊടിച്ചെടുക്കണം. മിക്സിയിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ബ്രെഡിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കാരണം ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. പകരം ഇതിലേക്ക് 2 സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ സ്വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളതെങ്കിൽ 1 സ്പൂൺ മിൽക്ക് മെയ്ഡ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി മിക്സ് ചെയ്യാൻ ആവശ്യമുള്ളത് പാലാണ്. പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്. നമ്മളുടെ ബ്രെഡ് ഒട്ടിപ്പിടിച്ചൊരു മാവ് പോലെ ഉണ്ടാവും. സ്പൂണിൽ കുറേശ്ശെ എടുത്തിട്ട് നനച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഇടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി നോക്കുക, ക്രാക്കില്ലാതെ നമുക്ക് ഉരുണ്ട് കിട്ടുന്ന പാകമാകുമ്പോൾ പിന്നീട് പാലൊഴിച്ചു കൊടുക്കരുത്. പാൽ കൂടി മാവ് കട്ടിയായി പോയാൽ നമ്മൾ ഗുലാബ് ജാമുൻ എത്ര ഫ്രൈ ചെയ്താലും അതിൻ്റെ അകത്ത് കട്ടിയായി തന്നെ ഇരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ക്രാക്കില്ലാത്ത രീതിയിൽ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതിനുള്ളൊരു നനവ് മാത്രം മതി. ബ്രെഡിൽ തന്നെ ചെറുതായിട്ടൊരു നനവ് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തു, പിന്നെ വേണ്ട നനവ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ അല്പമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ 18 ബ്രെഡിൽ നിന്ന് ഞാനിവിടെ 30 ബോൾസ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെടുക്കുന്ന സൈസിനും ഒക്കെ അനുസരിച്ചിരിക്കും ബോൾ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ എണ്ണൻ്റെ ചൂട് ക്രമീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് ഫ്രൈ ചെയ്താൽ പുറത്ത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും, പക്ഷെ അകത്ത് വെന്തിട്ടുണ്ടാവില്ല. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരേപോലെ ഫ്രൈ ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ തട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോഴേ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് 3 ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. റവ കൊണ്ടും ബ്രെഡ് കൊണ്ടുള്ള ഗുലാബ് ജാമുന് കമ്പയർ ചെയ്യുമ്പോൾ ടേസ്റ്റ് വൈസ് കൂടുതൽ നല്ലത് ബ്രെഡ് തന്നെയാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബോൾസ് നമുക്ക് ഉണ്ടാക്കാം ബ്രെഡ് കൊണ്ടാണെങ്കിൽ. റവ കൊണ്ടാകുമ്പോൾ ഒന്നും കൂടെ സൂക്ഷിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇനി ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. ഇതുപോലെ സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കരുത്. റിഫൈൻഡ് ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം. 3 ബാച്ചും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തു. എന്തൊരു ഭംഗിയല്ലേ ബോളൊക്കെ കാണാൻ. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ബ്രെഡ് കൊണ്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഈ ഒരു മെത്തേഡൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ തിളപ്പിച്ചെടുത്ത അതേ ചൂടോടുകൂടി തന്നെ വേണം ജാമുനിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 2-3 മണിക്കൂർ വെക്കുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടാവും. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഈ രീതി അറിയാത്തവർ വേഗം പോയി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമുക്ക് വലിയ ചിലവുകളൊന്നുമില്ല. ഒരു ബേക്ക് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ഈസി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.